നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ 11ാമത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വി നാരായണൻ. അപ്പോൾ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. വി നാരായണൻ എത്രാമത്തെ ചെയർമാനാണ്? 11ാമത്തെ ISROയുടെ ചെയർമാനാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ്. അപ്പോൾ ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണിത് ISRO. ISROയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതാണ് ISRO. ISRO നിലവിൽ വന്നത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15-നാണ് ISRO നിലവിൽ വന്നത്. അപ്പോൾ ISRO എന്നാണ് നിലവിൽ വന്നത്? 1969 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ISROയുടെ 11ാമത്തെ ചെയർമാൻ, അതായത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിവാദ് സേ വിശ്വാസ് പദ്ധതി. വിവാദ് സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, നികുതി. വിവാദ് സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നികുതി. 2024 സീനിയർ നാഷണൽ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരളം. 2024 സീനിയർ നാഷണൽ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ചണ്ഡീഗഡിനെതിരെ 34-31 എന്ന സ്കോറിന് വിജയിച്ച് കേരളം ആദ്യത്തെ സീനിയർ നാഷണൽ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി. അപ്പോൾ കേരളം ഏതിനെതിരെയാണ് വിജയിച്ചത്? ചണ്ഡീഗഡിനെതിരെയാണ് കേരളം വിജയിച്ചത്. ആദ്യത്തെ സീനിയർ നാഷണൽ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടമാണ് ആര് നേടിയത്? കേരളം നേടിയത്. അടുത്തിടെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ ആരെയാണ് പരാജയപ്പെടുത്തിയത്? കേരളത്തെയാണ് പശ്ചിമ ബംഗാൾ പരാജയപ്പെടുത്തിയത്. എത്രാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആയിരുന്നു? 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പശ്ചിമ ബംഗാൾ പരാജയപ്പെടുത്തി. പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 2024 ഡിസംബർ 30-ന് 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. അപ്പോൾ GMC ബാലയോഗി സ്റ്റേഡിയം എവിടെയാണ്? തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. അവിടെ വെച്ചാണ് 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. പശ്ചിമ ബംഗാളാണ് സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച KS മണിലാൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, വർഗീകരണം. KS മണിലാൽ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വർഗീകരണവുമായിട്ടാണ്. പ്രശസ്ത ടാക്സോണമിസ്റ്റും പത്മശ്രീ അവാർഡ് ജേതാവുമാണ് KS മണിലാൽ. 2025 ജനുവരി 1-നാണ് അദ്ദേഹം അന്തരിച്ചത്. കേരളം, കർണാടക, ഗോവ എന്നിവിടങ്ങളിലെ സസ്യജാലങ്ങളെ കുറിച്ചുള്ള 17ാം നൂറ്റാണ്ടിലെ ലാറ്റിൻ സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് വിവർത്തനം ചെയ്ത് വ്യാഖ്യാനിച്ചതിനാണ് അദ്ദേഹം പ്രശസ്തനായത്. അദ്ദേഹം ഏതൊക്കെ ഭാഷയിലേക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ് വിവർത്തനം ചെയ്തത്? ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഹോർത്തൂസ് മലബാറിക്കസ് KS മണിലാൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വില്ലോ എന്ന ക്വാണ്ടം പ്രോസസർ പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗൂഗിൾ. വില്ലോ എന്ന ക്വാണ്ടം പ്രോസസർ പുറത്തിറക്കിയ സ്ഥാപനമാണേത്? ഗൂഗിള്. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി
ഗൂഗിൾ വില്ലോ എന്ന ക്വാണ്ടം പ്രോസസ്സർ പുറത്തിറക്കി. 2025 ദേശീയ സരസ് മേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരളം. 2025 ദേശീയ സരസ് മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ദേശീയ സരസ് മേള നടക്കുന്നത്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ഈ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിൽ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ദേശീയ സരസ് മേള നടക്കുന്നത്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ഇത് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സരസ് മേളകൾ നടത്തുന്നത്. അപ്പോൾ 2025 ദേശീയ സരസ് മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തിടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട INS സൂറത്ത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ്. സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ് എന്ത്? INS സൂറത്ത്. 2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേന 3 പ്രധാന യുദ്ധക്കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. ഏതൊക്കെ യുദ്ധക്കപ്പലുകളാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാക്ഷീർ എന്നീ യുദ്ധക്കപ്പലുകളാണ് 2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ. പ്രോജക്റ്റ് 15B വിശാഖപട്ടണം ക്ലാസ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറിന്റെ 4ാമത്തെയും അവസാനത്തെയും കപ്പലാണ് ഇത് INS സൂറത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഏത് നഗരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഭോപ്പാൽ. അപ്പോൾ 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഏത് നഗരമാണ്? ഭോപ്പാലാണ്. ഭോപ്പാലിൽ നടന്ന 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഭോപ്പാൽ മുഖ്യമന്ത്രി ആരാണ്? ഡോക്ടർ മോഹൻ യാദവാണ്. 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഭോപ്പാലിലാണ്. ഏത് സ്ഥാപനമാണ് കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, EPFO. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുണ്ട്. CPPS 7.85 ദശലക്ഷം പെൻഷൻകാർക്ക് രാജ്യവ്യാപകമായിട്ട് ഏത് ബാങ്കിൽ നിന്നോ ശാഖയിൽ നിന്നോ പെൻഷൻ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ പെൻഷൻകാർക്ക് രാജ്യവ്യാപകമായിട്ട് ഏത് ബാങ്കിൽ നിന്നോ അതിന്റെ ശാഖയിൽ നിന്നോ പെൻഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. അടുത്തിടെ വാർത്തകൾ കണ്ട മെഥൈൽ കൊബാലുമിൻ ഏത് വിറ്റാമിന്റെ സജീവമാക്കിയ രൂപമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ 12. അപ്പോൾ മെഥൈൽ കൊബാലുമിൻ ഏത് വിറ്റാമിന്റെ സജീവമാക്കിയ രൂപമാണ്? വിറ്റാമിൻ B12. മത്സ്യം, മാംസം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സപ്ലിമെന്റുകളിലും ഭക്ഷ്യസ്രോതസ്സുകളിലും എന്ത് കാണപ്പെടുന്നു? വിറ്റാമിൻ B12 കാണപ്പെടുന്നു. DNA സിന്തസിസ്, ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പന്നം, നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം എന്നിവയ്ക്ക് എന്ത് ആവശ്യമാണ്? വിറ്റാമിൻ B12 ആവശ്യമാണ്. അപ്പോൾ DNA സിന്തസിസ്, ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം, നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം എന്നിവയ്ക്ക് എന്താണ് ആവശ്യം? ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ B12 അത്യാവശ്യമാണ്. കുറവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ വിറ്റാമിൻ B12ന്റെ കുറവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കോശവളർച്ച, രക്തരൂപീകരണം, പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങിയ സുപ്രധാന പ്രവർത്തനങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നു. അപ്പോൾ കോശവളർച്ചയും രക്തരൂപീകരണത്തെയും പ്രോട്ടീൻ സിന്തസിസിനെയും ഈ വിറ്റാമിന് പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ മെഥൈൽ കൊബാലുമിൻ ഏത് വിറ്റാമിന്റെ സജീവമാക്കിയ രൂപമാണ്? വിറ്റാമിൻ B12. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭുവനേശ്വർ ആണ്.
2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഭുവനേശ്വർ. പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ 2025 ജനുവരി 8 മുതൽ 10 വരെയാണ് ഭുവനേശ്വറിൽ നടന്നത്. ഇന്ത്യയുടെ വികസനത്തിൽ പ്രവാസികളുടെ പങ്കിനെ ആഘോഷിക്കുന്ന ഒരു വീക്ഷിത് ഭാരതത്തിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന എന്നതാണ് പ്രമേയം. അപ്പോൾ എന്തായിരുന്നു 2025 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം? ഒരു വീക്ഷിത് ഭാരതത്തിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന. ഒരു വീക്ഷിത് ഭാരതത്തിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന എന്നതാണ് 2025 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ആദിവാസി നേതാവിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പഞ്ചായത്ത് സെ പാർലമെന്റ് 2.0 പരിപാടി സംഘടിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബിർസ മുണ്ട. വാർത്തകളിൽ കണ്ട ബനിഹാൽ ബൈപ്പാസ് ഏത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണ്? അപ്പോൾ ബനിഹാൽ ബൈപ്പാസ് ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജമ്മു കാശ്മീരിലാണ്. ബനിഹാൽ ബൈപ്പാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. 2025 ജനുവരിയിൽ ഏത് രാജ്യമാണ് ബ്രിക്സിൽ ഔദ്യോഗികമായി പൂർണ്ണ അംഗമായി ചേർന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായി പൂർണ്ണ അംഗമായി ചേർന്നത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. ലോക യുദ്ധ അനാഥ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനുവരി 6. അപ്പോൾ ലോക യുദ്ധ അനാഥ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജനുവരി 6-നാണ്. യുദ്ധത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികളുടെ പോരാട്ടങ്ങൾ എടുത്തു കാണിക്കുന്നതിനായി ജനുവരി 6 ലോക യുദ്ധ അനാഥ ദിനമായി ആചരിക്കുന്നു. 74ാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗുജറാത്ത്. 74ാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. 74ാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ അസോസിയേഷനാണ്. 2025 ലോക ഹിന്ദി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക ഹിന്ദി ദിനത്തിന്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഐക്യത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും ആഗോള ശബ്ദം. എന്താണ്? ഐക്യത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും ആഗോള ശബ്ദം എന്നതാണ് 2025 ലോക ഹിന്ദി ദിനത്തിന്റെ പ്രമേയം. ആഗോളതലത്തിൽ ഹിന്ദിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി 10 ലോക ഹിന്ദി ദിനം ആഘോഷിക്കുന്നു. അപ്പോൾ ലോക ഹിന്ദി ദിനം എന്നാണ് ജനുവരി 10. 1975 ഇന്ത്യയിലെ നാഗ്പൂരിൽ നടന്ന ആദ്യത്തെ ലോക ഹിന്ദി സമ്മേളനത്തിന്റെ ഭാഗമായി 2006 ഇതാദ്യമായി ആചരിച്ചത്. അപ്പോൾ ലോക ഹിന്ദി സമ്മേളനം ആദ്യമായി നടന്നത് എവിടെയാണ്? 1975 നാഗ്പൂരിലാണ്. ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? 2006. ഹിന്ദിയെ ഒരു ആഗോള ഭാഷയിൽ പ്രോത്സാഹിപ്പിക്കുകയും ലോകമെമ്പാടും അതിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. 2025 ഖോ-ഖോ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. ആദ്യത്തെ ഖോ-ഖോ ലോകകപ്പ് 2025 ജനുവരി 13 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? സുധാൻഷു മിത്തൽ. അപ്പോൾ ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? സുധാൻഷു മിത്തൽ. ഇന്ദ്രാവതി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഡ്. അപ്പോൾ ഇന്ദ്രാവതി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്.
2025 ഖോഖോ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ. ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? സുധാൻഷു മിത്തൽ. 2025 ലോക ഹിന്ദി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഐക്യത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും ആഗോള ശബ്ദം. ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10. എന്നു മുതലാണ് ലോക ഹിന്ദി ദിനം ആചരിച്ചു തുടങ്ങിയത്? 2006. ആദ്യത്തെ ലോക ഹിന്ദി സമ്മേളനം നടന്നതെന്ന്? 1975 നാഗ്പൂരിലാണ്. 74ാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ലോക യുദ്ധ അനാഥ ദിനമെന്ന്? ജനുവരി 6. 2025 ജനുവരിയിൽ ഏത് രാജ്യമാണ് ബ്രിക്സിൽ ഔദ്യോഗികമായി പൂർണ്ണാംഗമായി ചേർന്നത്? ഇന്തോനേഷ്യ. ബനിഹാൽ ബൈപ്പാസ് ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഏത് ആദിവാസി നേതാവിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 പരിപാടി സംഘടിപ്പിക്കുന്നത്? ബിർസ മുണ്ട. 2025 പ്രവാസി ഭാരത ദിവസ് കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഭുവനേശ്വർ. അടുത്തിടെ വാർത്തകൾ കണ്ട മെഥൈൽ കൊബാലമിൻ ഏത് വിറ്റാമിന്റെ സജീവമാക്കിയ രൂപമാണ്? വിറ്റാമിൻ B12. ഏത് സ്ഥാപനമാണ് കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്നത്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 31ാം ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ഭോപ്പാലാണ്. ഭോപ്പാലിന്റെ മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ്. INS സൂറത്ത് എന്താണ്? സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ്. 2025 ജനുവരി 15 കമ്മീഷൻ ചെയ്ത 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ. 2025 ദേശീയ സരസമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. പില്ലോ എന്ന ക്വാണ്ടം പ്രൊസസർ പുറത്തിറക്കിയ സ്ഥാപനം ഏത്? ഗൂഗിൾ. KS മണിലാൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വർഗീകരണം. അടുത്തിടെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. എത്രാമത് സന്തോഷ് ട്രോഫി കിരീടമാണ് പശ്ചിമ ബംഗാൾ നടന്നത്? 78ാമത്. GMC ബാലോഗ്യ സ്റ്റേഡിയം എവിടെയാണ്? തെലങ്കാനയിലെ ഹൈദരാബാദിൽ. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. വിവാദ സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നികുതി. 2024 സീനിയർ നാഷണൽ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ സംസ്ഥാനം ഏത്? കേരളം. ISROയുടെ 11ാമത്തെ ചെയർമാൻ ആരാണ്? V നാരായണൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമായതെന്നാണ്? 1969 ഓഗസ്റ്റ് 15. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.